വെള്ളക്കെട്ടിൽ യാത്രക്കാര് വീകാതെക്കാൻ പോലീസുകാർ കല്ലിട്ടൊടുക്കണേ തോട് അല്ല ഹൈവേ റോഡ്. നേരം കണക്കാക്കി ഇറങ്ങണ്ടട്ടോ പൊന്നാര പ്രവാസികളെ. പഠിച്ചാൻ പോണ കുട്ടികളെ നേരത്തെ ഇറങ്ങിക്കോളി. ഈ ഹൈവേ കൂടെ പോവാണെങ്കിൽ നേരത്തിന് എത്തണമെങ്കിൽ നിങ്ങൾ നേരത്തെ ഇറങ്ങണം, അല്ലെങ്കിൽ നേരം മൊത്തം തെറ്റും. നിങ്ങൾ ഈ വള്ളക്കുജിയിൽ വീകും ചെയ്യും. മജ്‌ലിസുന്നൂർ കൂടാൻ MLA പോയതുകൊണ്ട് ജനങ്ങൾ വെള്ളത്തിലായ റോഡുള്ള നാട്. മുനിസിപ്പാലിറ്റിയിലെ താത്താന്റോടുക്കും കുടുംബക്കാരോടുക്കും മുനിസിപ്പാലിറ്റിന്റെ കൊടി വെച്ച വണ്ടിയിൽ ലിബാമും ഫൗണ്ടേഷൻ ക്രീമും ഇട്ട് പോണതുകൊണ്ട് കുലുക്കും ജനങ്ങളെ നെരുക്കും പ്രശ്നം അറിയാതെ PR വർക്ക് ചെയ്യാൻ മറന്ന റോഡുള്ള നാട്. അതന്നെ എയർപോർട്ടുക്കും സകലമാന സ്ഥലത്തേക്കും ആംബുലൻസുകൾ വരെ ചീറിപ്പായണ പാലക്കാട് കോഴിക്കോട് ഹൈവേ ആണ്. അങ്ങനെ പറയാൻ പറ്റൂല, റോഡ് എന്നല്ല ഒരു തോട്. വള്ളക്കെട്ടിൽ മനുഷ്യന്മാര് വീകണ ഈ നാടാണ് ജനനായകൻ എന്ന് സ്വന്തം ഫ്ലക്സുമല എഴുതണേ ജനദ്രോഹകനാണെന്ന് കൊണ്ടോട്ടിക്കാര് മൊത്തം പറയണേ. കോരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരി മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ടൗണുകളിലൊന്നായ കൊണ്ടോട്ടിനെ വള്ളത്തിലും ബ്ലോക്കിലും മുക്കിക്കൊല്ലണ നല്ല കാഴ്ചപ്പാടില്ലാത്ത MLA യും MP യും മുനിസിപ്പാലിറ്റിയും ഉള്ളേ. റോട്ടുമക്കൂടെ പോണോല് മൊത്തം എന്നും പിരാഗി പോണേ. ഈ റോഡിന് അള്ളാനെ ഓർത്ത് പൊറനാട്ടുകാരെ നിങ്ങൾ പോരരുതിട്ടോ. കൂട്ടിയും ബൈക്കും കൊണ്ട് പോരാണെങ്കിൽ ഉറപ്പാണ് കാല് വള്ളത്തിൽ കുത്താതെ പോവാൻ കഴിയൂല. മേർത്ത് വള്ളം തെറിച്ചാതെ നീങ്ങാനും കഴിയൂല. ചളിയാതങ്ങൾ ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനോ എത്തൂല്ല. ഈ കാണുന്ന പെരുമ്പൽപ്പള്ള കല്ല് കോറി വേസ്റ്റ് ഇത് മുനിസിപ്പാലിറ്റി ഇട്ടതാണോ? അല്ല. MLA തട്ടിച്ചതാണോ? അല്ല. PWD തട്ടിച്ചതാണോ? അല്ല. മന്ത്രി പറഞ്ഞതാണോ? അതുമല്ല. പിന്നെ ആരാ തട്ടിച്ചത്? വാട്ടർ അതോറിറ്റിന്റെ PWDന്റെയും കൂടി പണിപ്പെടുക്കുന്നത് ഈ സാധുക്കളായ പോലീസാരാ. ഓലെ സ്വന്തം റിസ്കില് ഓരി തട്ടിച്ചതാണ് ഈ കോറി വേസ്റ്റ്. അതിലെന്നെ പെരുമ്പൽപ്പള്ള കല്ലുകളുണ്ട്. അത് പെറുക്കി ഒഴിവാക്കണ പണിയും കൂടി ഈ പോലീസാരെന്നെ എടുക്കണം. പാവാട്ടൈറ്റുങ്ങളെ കാര്യം ഏറെ ബഹുമാനം തോന്നുകയാണ്. കാരണം രാവും പകലും ഇല്ലാതെ ഐറ്റം അവിടെ നയിച്ചാണ്. ഒന്നുമല്ല, സ്കൂട്ടർമാര് വരുന്ന പോലെ കുയ്യിൽ വികാതെക്കാൻ അത് കണ്ടു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതല്ലാതെ വേറെ മാർഗ്ഗം ഈ പോലീസുകാർക്കില്ല. ഫെഡറൽ ബാങ്കിന്റെ മുന്നിലിട്ട ഈ കട്ട എത്ര ലക്ഷത്തിന്റെ നിങ്ങൾക്ക് അറിയോ? ഞാൻ കട്ട വിടല്ല, ഇട്ട കട്ടന്റെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ കണക്ക് കേട്ടാൽ നിങ്ങൾ നെട്ടും. എന്നിട്ടോ ഇട്ട കട്ടമ്മലും അതിന്റെ പുറത്തെ ഡ്രെയിനേജുമലും വെള്ളത നായാട്ട് നടത്തണേ. ലക്ഷങ്ങൾ ടാക്സ് കൊടുത്തു പോണ കാറിന് പരിക്ക് പറ്റിയാല് ആര് സമാധാനം പറയും? ആര് നന്നാക്കി തരും? പറഞ്ഞ കല്യാണത്തിനും പറയാത്ത കല്യാണത്തിനും പോയി ചോറും തിന്ന് പല്ലി കുത്തിയെടുത്ത് കുത്തിക്കാണ്ട് ഫോട്ടോ എടുത്ത് വീണ MLA സമാധാനം പറയോ? MLA നന്നാക്കി തരും ഞങ്ങളെ വണ്ടി? അതോ മുടി സ്ട്രൈറ്റ് ചെയ്ത് ഫൗണ്ടേഷൻ ക്രീം ഇട്ട് ചീറിപ്പാഞ്ഞ് നടക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ താത്താര് നന്നാക്കി തരുമോ? ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാത്ത കൊണ്ടോട്ടിയിൽ ഈ തല തൊട്ട് അങ്ങേ തല വരെ ബ്ലോക്ക് ഉണ്ടാക്കണേ പട്ടര് മൂക്ക് പിടിച്ച മാതിരി 15 തിരിച്ചു വിടുന്ന ട്രാഫിക് സിസ്റ്റം തൊട്ട് കോളത്തൂര് തൊട്ട് കോടങ്ങാട് വരെ കിലോമീറ്ററുകൾ മണിക്കൂറുകളോളം ബ്ലോക്കിൽ കിടക്കണേ. ഇതിൽ കൂടെ പോണ സാധാരണക്കാരന്റെ സമയത്തിന് വിലയിടോ. മുനിസിപ്പാലിറ്റിന്റെ വികസന നേട്ടാണിത്. ഏത് ഈ ചെടിയെ ഈ വാടി കിടക്കുന്ന ചെടി വിദേശ രാജ്യങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കി. ഇതുപോലത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ വെക്കുമ്പോൾ അതിന്റെ നടുവിൽ പച്ചപ്പ് നിലനിർത്തും. ഇവിടെ നമ്മളെ MLA കണ്ടുപിടിച്ചെന്താറിയോ? മക്ബറ ഉണ്ടാക്കിയ മാതിരി മൊത്തത്തിൽ തേച്ചങ്ങോട്ട് പിടിപ്പിച്ച് ഇപ്പൊ 4 വാടിയ റോസാപ്പൂ ഇതിന് മുനിസിപ്പാലിറ്റി വെച്ചാണ്ട് കൊണ്ടോട്ടിനെ ഹരിതമാക്കാണ്. ഓരോ കൊണ്ടോട്ടിനെ ഹരിതാക്കണ്ടില്ലേ? ഇതിന് നനക്കാനുള്ള വള്ളങ്ങൾ ഈ കുയ്യുന്നതിന്റെ അടുത്തൊന്ന് നനച്ചു കൊടുത്താണ്ടി അല്ലെങ്കിൽ വാടിപ്പോവും. എത്ര കൊല്ലം പിറകിലാണ് ചങ്ങായിമാരങ്ങള്? 10 കൊല്ലം പിറകിലാണ് കൊണ്ടോട്ടി. അതും ആദ്യത്തെ 5 കൊല്ലം തന്നെ ഈ MLAന്റെ ലെവൽ എന്താണെന്ന് ഇയാളെ പാർട്ടിക്കാരായ ലീഗാർക്ക് തന്നെ മനസ്സിലായിരുന്നു. എന്നിട്ട് പിന്നെ ആരും കിട്ടാത്തോണ്ടാണെന്ന് അറിയില്ല ഒരു 5 കൊല്ലം കൂടി ഇതിനെ തന്നെ എങ്ങനെ ഞങ്ങൾ ഇറക്കിയത്? അതിനൊക്കെ കൈക്കോട്ടുണ്ടായിക്ക് പൂളിട്ട മാതിരി താങ്ങാൻ